നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നും നമ്മൾക്ക് ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച ആ വിഷയത്തിൻ്റെ തുടർച്ചയും കംപ്ലീഷനും അതിൻ്റെ പര്യവസാനവും എന്നുള്ള നിലയിൽ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ അധ്യായത്തിൽ പെർഗമോസ് സഭയ്ക്കുള്ള ദൂതനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത്. സ്മർന്ന സഭയെക്കുറിച്ചുള്ള പഠനത്തിന് ശേഷം പെർഗമോസ് സഭയ്ക്കുള്ള സന്ദേശമാണ്. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പെർഗമോസ് സഭയ്ക്കുള്ള ദൂതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചെറിയ ഒരു സന്ദേശമാണ്, വളരെ ചുരുങ്ങിയ വാക്കുകളാണ്. സ്മുർന സഭയ്ക്കും പെർഗമോസ് സഭയ്ക്കുമുള്ള സന്ദേശം വളരെ ചുരുങ്ങിയതാണ്. അതേസമയം അടുത്ത സഭയ്ക്കുള്ള തുയൈഥൈര സഭയ്ക്കുള്ള ദൂത് 18 മുതൽ രണ്ടാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തുയൈഥൈര സഭ ഒരു ചെറിയ സഭ മാത്രമല്ല, സ്ഥലം വളരെ ചെറിയ ഒരു വിസ്തീർണമുള്ള സ്ഥലമാണ്. പക്ഷേ ഈ 7 സഭകൾക്കുള്ള ദൂതിൽ ഏറ്റവും സുദീർഘമായ സന്ദേശം തുയൈഥൈര സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ സാഹചര്യങ്ങൾ ശരിക്കും പഠിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ പെർഗമോസ് സഭയുടെ ദൂത് താരതമ്യേന സ്മുർന, പെർഗമോസ് ഈ 2 സഭകൾക്കുള്ള ദൂതുകൾ താരതമ്യേന ചെറുതാണ്, ഹ്രസ്വമാണെങ്കിലും വളരെ ഗൗരവമായിട്ടുള്ള സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഈ പെർഗമോസ് സഭയെക്കുറിച്ച് പറഞ്ഞു. എന്താ സഭയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ടൈറ്റിൽ, ഒരു വിശേഷണം എന്താ? ഒരു ലൗകിക സഭ, എ വേർഡ്ലി ചർച്ച്. ഈ സഭ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ലോകം ഈ സഭയിലേക്ക് പ്രവേശിച്ച അവസ്ഥയാണ് പെർഗമോസ് സഭയ്ക്ക് ഉണ്ടായിരുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള ഒരു റോമൻ പ്രവിശ്യയായിരുന്നു ഈ പെർഗമോസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മറ്റ് സഭകളിൽ ചിലതിനെക്കുറിച്ച്, സ്മരണയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പോലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ഈ പെർഗമോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും പ്രവർത്തനം അപ്പോസ്തലന്മാർ ചെയ്തതായിട്ടോ അങ്ങനെയാണ് ഈ സഭ ഉണ്ടായതെന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. അതേസമയം എഫെസോസ് സഭ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലുമൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. പൗലോസിൻ്റെ മിഷണറി യാത്രയിലാണത് ഉണ്ടായത്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്ന തുയൈഥൈര സഭയെക്കുറിച്ചും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ സൂചന ഉണ്ട്. യൂറോപ്പിലെ ആദ്യ വിശ്വാസി അവിടെ നിന്നാണ് ഉള്ളത്.
എന്നാൽ ഈ പെർഗമോസ് സഭയെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു സൂചന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ കാണുന്നില്ല. എന്നാൽ ഈ പെർഗമോസ് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസൊക്കെ തങ്ങളുടെ മിഷണറി യാത്രയിൽ ചെല്ലുന്ന ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് 16-ാം അധ്യായം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യവും 8-ാം വാക്യം എടുക്കുന്നവരൊന്ന് വായിക്കാം. മൂസ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ രണ്ടാമത്തെ മിഷണറി യാത്രയിലെത്തുന്നുണ്ട്. ഈ രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്നറിഞ്ഞ് ബൈബിൾ ക്ലാസ് വേണ്ടായിരുന്നല്ലേ? ഈ രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ആരാ? ബർന്നബാസാണോ? അല്ല, അവർ തമ്മിൽ പിരിഞ്ഞു ഇല്ലേ? ശീലാസാണ് പൗലോസിനോട് കൂടെ ഉള്ളത്. ഇവർ യാത്ര തിരിച്ച് ആദ്യം സന്ദർശിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഏത്? മൂസ്യ എന്ന് പറയുന്ന സ്ഥലം. മൂസ്യയുടെ ഇന്നത്തെ പേര് മൈസ്യ എന്നാണ്. MYSI, മൈസ്യ എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ ഈ മൈസ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്യ എന്ന് പറയുന്ന ആ പട്ടണത്തിൻ്റെ ആ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു പെർഗമോസ്. അപ്പോൾ മുസ്യ വഴി പോയപ്പോൾ പൗലോസും ശീലാസും ആ സ്ഥലത്ത് എന്തായാലും സുവിശേഷം പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. തന്നിമിത്തമായിരിക്കാം പെർഗമോസിലൊരു ഉണ്ടായത് എന്ന് നമ്മൾക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ ആ സ്ഥലത്തെക്കുറിച്ച്, ദ സിറ്റി, ആ പട്ടണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, ചില വാചകങ്ങളിൽ പറഞ്ഞിട്ട് നമുക്ക് സഭയെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് പോകാം. സ്മുർണ സഭ അഥവാ സ്മുർണ എന്ന് പറയുന്ന സ്ഥലം, ആ സഭയുണ്ടായിരുന്ന ആ പട്ടണം, അതിന് ഏകദേശം 20 മൈൽ വടക്കുള്ള ഒരു സ്ഥലമായിരുന്നു പെർഗമോസ് എന്ന് പറയുന്നത്. ഈ സ്മുർണയ്ക്ക് 20 മൈൽ വടക്കുള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ പറഞ്ഞതുപോലെ ഇവിടെ ഇതൊരു തുറമുഖ നഗരമായിരുന്നില്ല. അതുകൊണ്ട് വ്യാവസായികമായി പുരോഗതി പ്രാപിച്ച ഒരു സ്ഥലമല്ല. മറ്റ് സ്ഥലങ്ങളെ പോലെ, നമ്മുടെ പഠിക്കുന്ന മറ്റ് സഭകളെ പോലെ, ആ സഭകൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളെ പോലെ ഒരു തുറമുഖ പട്ടണമായിരുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കായിരുന്നു പെർഗമോസ് പ്രസിദ്ധമായത്. നോട്ട് എഴുതുന്നവർക്ക് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ അത് എഴുതിയിടുന്നതല്ല. 1 വിജ്ഞാനം, 2 മതം. ഈ 2 കാര്യങ്ങളായിരുന്നു ഈ സ്ഥലം പ്രസിദ്ധമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ 2 ലക്ഷം, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തിരുത്തിയായിരുന്നു. സ്മുർണയിലല്ല, പിന്നെ പെർഗമോസിലാണ് 2 ലക്ഷം പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഒരു വലിയ ലൈബ്രറി അവിടെ ഉണ്ടായി. പിൽക്കാലത്ത് ഈ സ്ഥലത്ത് ഭരണാധികാരിയായി വന്ന ആള് ഈ 2 ലക്ഷം പുസ്തകങ്ങൾ ക്ലെയോപാട്രയ്ക്ക് സമ്മാനിച്ചതായിട്ടാണ് ചരിത്രം പറഞ്ഞത്. അപ്പോൾ വിജ്ഞാനപരമായി വളരെയേറെ പ്രസിദ്ധമായ ഒരു സ്ഥലമായിരുന്നു ഈ പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമുക്ക് നമ്മുടെ വേദഭാഗത്തേക്ക് വരാം. ഇനി സഭയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ഇപ്പം നമ്മൾ ആ പട്ടണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ പട്ടണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക. ഇനി നമ്മൾ ആ സഭയെക്കുറിച്ചാണ്
നമ്മൾ പഠിക്കുന്നത്. ഈ സഭയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എവിടെ തന്നെ നോക്കണം? ബൈബിള് തന്നെ നോക്കണം. ഈ സഭയെക്കുറിച്ചുള്ള കാര്യം നോക്കാം. നമുക്ക് 12 മുതലുള്ള വാക്യങ്ങൾ, 17 വരെയുള്ള വാക്യങ്ങളാണ്. ഇപ്പോൾ അത് മുഴുവൻ വായിക്കണ്ട. അതിൻ്റെ 12, 13 വാക്യങ്ങൾ നമുക്ക് നോക്കാം. വെളിപാട് 2-ന്റെ 12, 13. പെർഗമോസിലെ എല്ലാവരും ചേർന്ന് വായിച്ചു. സഭയുടെ ദൂതന് എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. അപ്പൊ നമ്മളിവിടെ 2 കാര്യങ്ങൾ പഠിക്കുന്നു. ഒന്ന്, ആദ്യം നമ്മൾ കണ്ടത് എന്താ? ആദ്യത്തെ പഠനഭാഗം ദ സിറ്റി, ആ പട്ടണം. ഈ 12, 13 വാക്യങ്ങളിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ദ ചർച്ച്, ആ സ്ഥലത്തുള്ള സഭ. ഒന്ന് ദ സിറ്റി, 2 ദ ചർച്ച്. മൂന്നാമത് ദ കമന്റ്, കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുന്ന പ്രശംസാവാക്യം. അപ്പോൾ 12, 13 വാക്യങ്ങളിൽ ഈ 3 കാര്യങ്ങൾ, ആ പട്ടണത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്, 2 ആ സഭയെക്കുറിച്ചുള്ള സൂചനയുണ്ട്, 3 ആ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന അപ്രീഷിയേഷൻ, അഭിനന്ദനമായ വാക്കുകൾ. കർത്താവ് പറയുന്ന മറ്റൊരു നല്ല വാക്ക് പ്രശംസാവചനമാണ്. കർത്താവ് അവരെ പ്രശംസിച്ച് പറയുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നീ പാർക്കുന്ന സ്ഥലം എവിടെയാണ്? 12-ാം വാക്യം, 13-ാം വാക്യം ആ സഭയെക്കുറിച്ച് പറയുന്നത് എന്താ? നീ പാർക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്? സാത്താന്റെ സിംഹാസനം. ഈ സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലത്ത് പാർക്കുന്ന ഈ വിശ്വാസികളോട് അരുളി ചെയ്യുന്നത് ആരാണ്? അതാണ് 12-ാം വാക്യത്തിൽ ഒരു വിശേഷണം നൽകിയിട്ടുണ്ട്. എന്താ? മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നു. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നു. 1-ാം അധ്യായത്തിൽ നമ്മൾ ഈ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളുള്ള കർത്താവിനെ നമ്മൾ കാണുന്നുണ്ടല്ലേ? നോക്കിയേ, 1-ാം അധ്യായത്തില് 16-ാം വാക്യം, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ പുറപ്പെടുന്നു അല്ലേ? 1-16 കണ്ടോ? അപ്പോൾ ഈ ഇരുവായ്ത്തല വാളുള്ളവൻ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നു എന്നാണ് 2-12 പറയുന്നത്. എന്നാൽ 1-16 പറയുന്നത് എന്താ? മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ എവിടുന്ന് പുറപ്പെടുന്ന? അവന്റെ വായിൽ നിന്ന്. ആളുടെ? കർത്താവിന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ പുറപ്പെടും. അപ്പോൾ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് എന്താ? എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 ദൈവവചനം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇവിടെ നമ്മൾ ഈ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇത് പാർക്കുന്നത് എവിടെയാണ്? ഈ സ്ഥലം, ഈ വിശ്വാസികൾ പാർക്കുന്നത് എവിടെയാണ്? സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ്. ഈ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് പാർക്കുന്ന ദൈവമക്കളും ഈ ഇരുവായ്ത്തല വാളും തമ്മിൽ എന്താ ബന്ധമുള്ളതാണ്? ബന്ധമുണ്ട് അല്ലേ? സാത്താന്റെ അടിമത്തത്തിൽ പാർത്തിരുന്ന ഒരു വിഭാഗം ജനമായിരുന്നു ഈ
പർഗമോസിൽ ഉണ്ടായിരുന്നു. മൂർച്ചയേറിയ ഇരുവായുത്തല വാളുകൊണ്ട് ആ ബന്ധനത്തെ അറുത്ത് കർത്താവ് അവരെ എന്ത് ചെയ്തു? വിടുവിച്ചു. ദൈവത്തിൻ്റെ വചനം അവരെ വിടുവിച്ചു. ആ ദൈവവചനത്താൽ വിടുവിക്കപ്പെട്ടവരാണ് എവിടെ കൂടുന്നത്? ഈ പെർഗമോ സഭയിൽ കൂടുന്നത്. നോക്കണം, ഈ ഇരുവായുത്തല വാൾ എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം ദൈവവചനം പ്രയോഗിക്കുന്നിടത്താണ് ബന്ധനങ്ങൾ അറുക്കപ്പെടുന്നത്. ഞാൻ പറയുന്ന ഈ ബന്ധനം വീട്ടിലെ ക്ഷുദ്രപ്രയോഗമൊന്നുമല്ല, പിന്നെ സാത്താന്റെ ബന്ധനത്തിൽ ആയിരുന്ന മനുഷ്യൻ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ കൂനിയായ ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യം പറഞ്ഞു. മടല് 12 വർഷമായി കൂനിയായിരുന്നു. അപ്പോൾ കർത്താവ് അവളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ പരീക്ഷന്മാരെല്ലാവരും കൂടെ ഒരു പരാതി പറഞ്ഞ്, എന്താ ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞു എന്താ? ശബത്തിൽ അവളെ സൗഖ്യമാക്കും. കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 12 സംവത്സരമായി സാത്താൻ ബന്ധിച്ചിരുന്ന ഇവളെ ഞാൻ അഴിച്ചുവിടേണ്ടതല്ലയോ? അപ്പോൾ മനുഷ്യജാതി സാത്താന്റെ ബന്ധനത്തിലാണ്. ഞാൻ വളരെ വേഗം പറഞ്ഞു പോവുകയാണ്. ആ ബന്ധനം മറുക്കുവാൻ ദൈവപുത്രന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ ഇരുവായുത്തല വാളിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ദൈവസഭ മനസ്സിലാക്കേണ്ട കാര്യം, ആത്മാക്കൾ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടത് ദൈവ വചനത്താലാണ്. ദൈവസഭയുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ ദൈവവചനം ജനത്തിന് നൽകുക എന്നുള്ളതാണ്. ദൈവവചനം ദൈവസഭ ജനത്തിന് നൽകുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ബന്ധനങ്ങളിൽ നിന്ന്, വേറൊരു വാക്ക് പറഞ്ഞാൽ ജനം സ്വതന്ത്രരാകും. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചതാണത്. ഈ ഇരുവായുത്തല വാളെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യമുണ്ട്. എന്താ? ദൈവത്തിൻ്റെ വചനം അഥവാ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ വാൾ. ദൈവവചനത്തെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. PS തമ്പാന്റെ വായിൽ നിന്നോ ചാൾസ് റോവറിന്റെ വായിൽ നിന്നോ സൗർ റെജിയുടെ വായിൽ നിന്നോ പുറപ്പെടുന്ന വാളല്ല. പിന്നെ ദൈവവചനത്തെ ഒരു സഭ അംഗീകരിക്കേണ്ടത് എങ്ങനെയാണ്? ജനം അംഗീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ വാളാണ് എന്നുള്ള ഗൗരവത്തോട് വേണം ദൈവജനം ദൈവവചനത്തോട് സമീപിക്കുവാൻ. അപ്പോൾ ഈ ദൈവവചനത്തിന് എന്തുണ്ടെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്? ഇരുവായുത്തല വാളാണ്. അപ്പോൾ ഈ ഇരുവായുത്തല വാളെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ വളരെ വേഗം പറയാം. ഒന്ന്, ഇത് ബന്ധനങ്ങളെ അറുക്കുന്നതാണ്, മനുഷ്യനെ വിടുവിക്കുന്നതാണ്. മറ്റൊരു തിയോളജിക്കലായിട്ടുള്ള വേദശാസ്ത്രപരമായ വാക്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വായുത്തലം മനുഷ്യനെ രക്ഷിക്കുന്നതാണ്. ദൈവവചനമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. ഇനി രണ്ടാമത്, ഇതിൻ്റെ മറുവായുത്തല എന്ത് ചെയ്യുന്നു? ന്യായം വിധിക്കുന്നതാണ്, ശിക്ഷിക്കുന്നതാണ്. ഒരു വാക്ക് ഇതിനോട് ചേർത്ത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ന്യായവിധി ദിവസത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുമല്ലേ? അത് നമ്മൾ പഠിക്കും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കും. തീർച്ചയായിട്ടും നിൽക്കും. അന്നേരം എന്താ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് വെച്ച ന്യായവിധി നടത്താം കേട്ടോ. വളരെ ഗൗരവമായി ക്രിസ്തീയ ജീവിതത്തെ എല്ലാവരും കാണണം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇരുവായുത്തല വാൾ.
ഒരു വായ്ത്തല കൊണ്ട് നമ്മളെ ഈ കൃപായുഗത്തിൽ ഈ വചനം എന്ത് ചെയ്തു? രക്ഷിച്ചു. 2, ഇതേ വചനം തന്നെ എന്ത് ചെയ്യും? ന്യായം ലഭിക്കും. നോക്കാം, നമുക്ക് ഈ 2-ാം അധ്യായത്തില് കർത്താവ് പറയുന്നു, നോക്കിക്കേ, 2:16 വാക്യം നോക്കിക്കേ. ഇരുവായ്ത്തല വാള് പിന്നെയും പറയുന്നുണ്ട്. 2:16 നോക്കിക്കേ. ആകയാൽ നീ മാനസാന്തരപ്പെടണം, ഗുണപ്പെടണം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തണം. എഫേസോസ് സഭയ്ക്കുള്ള ദൂതന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ? മാനസാന്തരത്തിന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നീ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കണം. മാനസാന്തരപ്പെടുക എന്നുള്ള വാക്കിന്റെ നിർവചനം എന്താണെന്നറിയാമോ? അതവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വീണിടത്ത് കിടന്ന് ഉരുളുന്നതല്ല, പിന്നെ നീ വീണിടത്തുനിന്ന് എഴുന്നേൽക്കണം. അതിന്റെ പേരാണ് എന്ത്? എല്ലാരും ചേർന്നൊന്ന് പറയാമെങ്കിൽ പറഞ്ഞു. അതിന്റെ പേരാ മാനസാന്തരം. മാനസാന്തരം എന്നുള്ളതിന്റെ ഒന്നാമത്തെ നിർവചനം ഇതാ: വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുക. ഇതാണ് ആരോട് പറയുന്നത്? പെർഗമോ സഭയോട് പറയുന്നത്. നീ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കണം, നീ മാനസാന്തരപ്പെടണം. ഇനി നോക്കി, അടുത്ത എന്താ പറയുന്നത്? അല്ല, ഞാൻ വേഗത്തിൽ വന്ന് എന്തുകൊണ്ടാ? കണ്ടോ, ഈ വചനം കൊണ്ടാ നിന്നെ രക്ഷിച്ചത്. കർത്താവ് പെർഗമോ സഭയോട് പറയുക, എന്റെ വചനം കൊണ്ടാ ഞാൻ നിന്നെ രക്ഷിച്ചത്. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേഗം വന്ന് എന്തുകൊണ്ട്? ആ വചനം കൊണ്ട് തന്നെ ഞാൻ നിന്നോട് പോരാടുക എന്ന് പറഞ്ഞാൽ, പോരാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് പോരാട്ടം, യുദ്ധമാണ് കേട്ടോ. സ്വർഗത്തിലെ കർത്താവിൻ്റെ യുദ്ധപ്രഖ്യാപനം മാനസാന്തരപ്പെടാത്ത പാപിക്ക് നേരെയല്ല, പിന്നെ മാനസാന്തരപ്പെടാത്ത വിശ്വാസിക്ക് നേരെ കർത്താവ് ദൈവവചനം കൊണ്ട് പോരാടും എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ ഗൗരവമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ കാണാൻ ആവശ്യമുണ്ട്. നോക്കണം, ഇരുവായ്ത്തല വാൾ, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ള കർത്താവിൻ്റെ അരുളപ്പാടാണ് പെർഗമോ സഭയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലേഖനം നൽകുന്നത് ആരാണെന്ന് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ലേഖകൻ ആരാണ്? അപ്പോൾ ഈ 2 വാക്യങ്ങളിൽ 4 കാര്യങ്ങളും ഞാൻ ഒന്നുകൂടെ ക്രമമായിട്ട് അത് പറയാം. 1, പെർഗമോസ് സഭ ഇരിക്കുന്ന ആ സ്ഥലം. 2, പെർഗമോസ് സഭ. 3, ആ പെർഗമോസ് സഭയ്ക്ക് ദൂത് നൽകുന്ന കർത്താവ്, ദ കറസ്പോണ്ടന്റ്, സഭയോട് സംസാരിക്കുന്നവൻ. 4, ദ കമന്റ്, സഭയ്ക്കുള്ള പ്രശംസാവചനം. അപ്പോൾ ഈ 2 വചനങ്ങളിൽ ഈ 4 പ്രധാന കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ച് പഠിക്കാൻ പഠന സൗകര്യത്തിന് വേണ്ടി അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണ്. ഇവിടെ പറയുന്നത്, നീ പാർക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവിടേക്ക്, അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കർത്താവ് ഈ വചനം പറയുന്നത്. നീ പാർക്കുന്നത് എവിടെയാ? സാത്താന്റെ സിംഹാസനമുള്ളിടത്ത്. അതേസമയം സ്മുർണക്കാർ പാർത്തിരുന്നത് എവിടെയാണ്? 9-ാം വാക്യം നോക്കി. സ്മുർണയിലുള്ള വിശ്വാസികൾ പാർത്തിരുന്നത് എവിടെയാണ്? സാത്താന്റെ പള്ളിക്കാരുടെ ഇടയിലാണ് താമസിച്ചത്. അവരുടെ താമസിച്ചത് എവിടെയാ? സ്മുർണക്കാർ താമസിച്ചത് സാത്താന്റെ പള്ളിക്കാരുടെ ഇടയിലാണ്. എന്നാൽ ഇവരെ താമസിക്കുന്ന പെർഗമോസുകാർ താമസിക്കുന്ന എവിടെയാണ്? സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ്. ഇനിയും സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഈ സാത്താനോട് ചേർത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ,
എന്താ? നീ സാത്താന്റെ സിംഹാസനമുള്ളിടത്താണ് നീ പാർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തൊട്ട് കർത്താവ് ആ സഭയുടെ കാര്യത്തെ പറയും. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ സാത്താന്റെ സിംഹാസനമുണ്ട്, പിന്നെ സാത്താൻ പാർക്കുന്ന സ്ഥലമാണ്. സിംഹാസനം എന്തിനെ കാണിക്കുകയാണ്? വളരെ എളുപ്പമാണ്. സിംഹാസനം അധികാരത്തെ കാണിക്കുക. പിശാചിന്റെ അധികാരം ഉള്ള സ്ഥലത്താണ് ഇവര് പാർക്കുന്നത്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ സാത്താന്റെ സിംഹാസനമുള്ളിടത്തെന്ന് കർത്താവ് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എസ്കലാപ്പിയൂസ് എന്നാണ്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, ആ ദേവന്റെ പേര് എസ്കലാപ്പിയൂസ് എന്നാണ്. ഞാനത് പറഞ്ഞ് ശീലിച്ചു വരണം ഇനി. എസ്കലാപ്പിയൂസ് എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പ്രതിഷ്ഠയാണ്. അത് പാമ്പിന്റെ പ്രതിഷ്ഠയാണ്. പാമ്പിന്റെ രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണ് ആദ്യം സാത്താൻ സ്വീകരിച്ച അവതാര രൂപം ഏതാണ്? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ചരിത്രത്തിലെ ആദ്യത്തെ അവതാരം ഏതാണെന്നറിയാം? ആദ്യത്തെ അവതാരം ദൈവം മനുഷ്യനായതല്ല, പിന്നെ ആദ്യത്തെ അവതാരം പിശാച് പാമ്പായി വന്നതാണ്. അപ്പോൾ ഈ പാമ്പ് എന്നിവിടെ ഈ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടാണ് കർത്താവ് പറയുന്നത്, നീ പാർക്കുന്നത് എവിടെയാണ്? ഈ പാമ്പിന്റെ പ്രതിഷ്ഠയുള്ളിടത്താണ്, അഥവാ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ പാർക്കുന്നത്. ഇത് എനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവ് പറയുകയാണ്, നീ പാർക്കുന്ന സ്ഥലം എനിക്ക് അറിയാം. അവിടെ ഈ പിശാചിന്റെ സാത്താന്റെ സിംഹാസനമുണ്ടെന്ന് മാത്രമല്ല, അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇടയിൽ ആരുണ്ട്? സാത്താൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ ഉണ്ടല്ലേ. ലോകത്തിൽ ദൈവജനം പാർക്കുക. ലോകത്തിൽ ആരുണ്ട്? അത് ഞാൻ വാക്യമെടുത്ത് ഞാൻ പറയാം. ലോകത്തിൽ ആരുണ്ട്? പിശാചുണ്ട്. പിശാചിന്റെ അധികാരം. ഞാൻ ഒരു ലളിതമായൊരു ചോദ്യം, അത്ര വലിയ ചിന്തയൊന്നും കൂടാതെ പറയാം. സഭയിൽ ഈ പിശാച് കയറും? കയറുമോ? ഇനി ഓർക്കണം, ലോകത്തിൽ അവന് വലിയ പണിയൊന്നും വലിയ പണിയെന്നല്ല, ഒട്ടും പണിയില്ല. കാരണം എന്താ? അതവൻ്റെതാ. പിന്നെ അവന് വല്ല ജോലിയുള്ളത് എവിടെയാ? അതുകൊണ്ട് ദൈവമക്കൾ വളരെ കരുതലോടെ. സാത്താന്റെ അധികാരം ലോകത്തിൽ മാത്രമല്ല, പിന്നെ സഭയിലും സാത്താന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. നമ്മൾ അതാണ് പെട്ടെന്നൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിലേറെ പോർഷൻസ് ഇന്ന് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റി. കാര്യം ഈ 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് കവർ ചെയ്യാൻ. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ പാർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാത്താന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ അതെന്താ? സാത്താന്റെ അധികാരത്തെ കാണിക്കുക. ദൈവമക്കളിൽ പിശാചിന്റെ കർത്തൃത്വം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ.
ദൈവജനത്തിൽ പിശാച് കർത്തൃത്വം ചെയ്യാൻ സാധ്യതയുണ്ടോ? സഭയിലുള്ള വിശ്വാസികളെ സാത്താൻ സ്വാധീനിക്കാനും സാത്താന്റെ അധികാരം നടത്താനുമുള്ള സാധ്യതയുണ്ടോ? ഒരു വാക്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായം 5-ാം അധ്യായത്തില് 3-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഈ 5-ാം അധ്യായത്തില് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായത്തിലെ വിഷയം എന്താ? 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിഷയം എന്താ? സഭയിലെ ആദ്യത്തെ ശിക്ഷണമാണ്. ദൈവസഭയോട് ബന്ധപ്പെട്ടുള്ള ആദ്യ ശിക്ഷണമല്ല, ശിക്ഷണം എന്നുള്ള വാക്കിന്റെ അർത്ഥം പരിശീലനമാണ്. ദൈവസഭയിലെ ആദ്യത്തെ ശിക്ഷാ നടപടി. ഇതാര് നടത്തുന്നതാണ്? പത്രോസും പൗലോസും ഒന്നും നടത്തുന്നതല്ല, പിന്നെ കർത്താവ് നേരിട്ട് നടത്തുന്നതാണ്. കർത്താവ് നേരിട്ട് നടത്തുന്ന ശിക്ഷയാണ്. ഇനിയും ഞാൻ ഇനി പറയുന്ന കാര്യം നോട്ട് ചെയ്യേണ്ട ഒരു നോട്ട് ചെയ്തോളൂ. ആദ്യത്തെ ശിക്ഷയുടെ കാരണം എന്താണെന്ന് മനസ്സിലായ? ദ കോസ് ഓഫ് പണിഷ്മെന്റ് എന്താ? വിഷയം എന്താണെന്നറിയാമോ? സാമ്പത്തിക ക്രമക്കേട്. സാമ്പത്തിക ക്രമക്കേട്, അതിനെയാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് ശിക്ഷിക്കുന്നത്. എന്താ സാമ്പത്തിക ക്രമക്കേട്? മുഴുവനും കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. വിറ്റ് കിട്ടുന്നത് മുഴുവനും അങ്ങ് കൊടുത്തേക്കാമെന്ന്. വിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ഉണ്ടോ? ഇതെന്താ? പൈസയോട് ബന്ധപ്പെട്ട കാര്യമാണ്, കാശിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത് സാമ്പത്തിക ക്രമക്കേടെന്ന്. ദൈവമക്കൾ എപ്പോഴും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ സമ്പൂർണ്ണ വിശ്വസ്തരായിരിക്കും. കർത്താവ് പറഞ്ഞായിരുന്നു ഇവരോട് ഇത് വിറ്റേച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ. വേറെ ദിവസത്തിൽ അങ്ങനത്തെ ഉപദേശമുണ്ടോ? ഉണ്ടോ? ഈ തീരുമാനം എടുത്ത ആരാ? അവര് തന്നെ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ലംഘിച്ചത് ആരാ? അവര് തന്നെ ആ തീരുമാനം ലംഘിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യുന്നു, വലിയ കടുത്ത പ്രഖ്യാപനമൊന്നും നടത്തരുത് ദൈവത്തിൽ, കേട്ടോ. ഞാൻ അങ്ങ് ചെയ്തേക്കാം. പലപ്പോഴും അത് സാധിച്ചുവെന്ന് വരികയാണ്. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരു വാക്കുരിയാടുവാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. 10 വട്ടം, 2 വട്ടമല്ല 10 വട്ടം ആലോചിച്ച് ഒരു തീരുമാനം ദൈവസന്നിധിയിൽ പറയാം. ഇനി ഒരു തീരുമാനം എടുത്തില്ലെങ്കിലും ഇത് വിറ്റ് കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കാനുള്ളതങ്ങ് കൊടുക്കുക. അതാണ് അതിൻ്റെ നല്ല രീതി. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തിപ്പരത്തി പോകുന്നത് സഭാ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഗ്രഹിച്ചിരിക്കുന്നത് ഉത്തമമായ കാര്യം. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ വിഷയം എന്താണെന്നറിയാം? സാത്താൻ വിശ്വാസികളിൽ ആധിപത്യം നടത്തുമോ എന്നുള്ളതാണ്. നോക്കുക, എൻ്റെ 3-ാം വാക്യം, 5-ാം അധ്യായത്തിന് 3-ാം വാക്യം. അനന്യാസിനോട് പത്രോസ് ചോദിക്കുന്ന ചോദ്യം എന്താ? കാണിപ്പാനും എന്റെ പ്രിയ സഹോദരങ്ങളെ, അനന്യാസ് രക്ഷിക്കപ്പെട്ട ദൈവദാസൻ, ദൈവമകൻ. അവന്റെ ഹൃദയത്തെ ഇപ്പോൾ ആര് കൈവശമാക്കിയിരിക്കുകയാണ്? സാത്താൻ കൈവശമാക്കി. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ആശയം മുന്നോട്ട് പോകാനായിട്ട് ഈ ആശയം പറഞ്ഞ് മുന്നോട്ട്. സാത്താന്റെ അധികാരം ഉള്ളിടത്താണ് നമ്മൾ പാർക്കുന്നത്, സാത്താൻ പാർക്കുന്നിടത്താണ് നമ്മൾ പാർക്കുന്നത്. പക്ഷേ സാത്താൻ നമ്മളിൽ പാർക്കാനും സാത്താൻ നമ്മളിൽ സിംഹാസനം ഉറപ്പിക്കാനും നമ്മൾ
അനുവദിക്കും. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് സദൃശവാക്യം 23:26 എന്നാണ് എൻ്റെ ഓർമ്മ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ദൈവം ഒരു ദൈവവചനോട് പറയുന്നത് എന്താണെന്നറിയാം? എന്താ? നിന്റെ ഹൃദയം എനിക്ക് തരിക. കർത്താവ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അവന്റെ തലച്ചോറല്ല, അവന്റെ ബുദ്ധിയല്ല. കർത്താവ് ആവശ്യപ്പെടുന്നത് അവന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ കർത്താവിന്റെ ആധിപത്യമാണ് നടക്കേണ്ടത്. പിശാചിന് അവിടെ യാതൊരുവിധ സ്വാധീനവും നമ്മൾ അനുവദിക്കുവാൻ പാടില്ല. ഓർക്കുക, ഈ പിശാച് പാർക്കുന്നിടത്ത് സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് പാർക്കും. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഞാൻ വായിച്ച ഈ സാത്താന്റെ സിംഹാസനം നരകത്തിലാണെന്ന് ആ വലിയ വ്യാഖ്യാതാവ് എഴുതി. സാത്താന്റെ സിംഹാസനം എവിടെ? നരകത്തിലാണ്. ആണോ? അല്ല. ഇവിടെ തന്നെ കൃത്യം കർത്താവ് പറയുകയാണ് നരകത്തിലല്ല. പിന്നെ പെർഗമോ സഭ നിലനിൽക്കുന്ന സ്ഥലത്താണെന്നുള്ളത് സാത്താന്റെ സിംഹാസനം ഉള്ളത്. ദൈവസഭയുള്ളിടത്തു തന്നെ സാത്താന്റെ സിംഹാസനമാണ്. എന്തോ പെർഗമോ സഭ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ മൈസിയ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള സഭ ഇന്ന് നാമമാത്രമായ ഒരു കൂടിവരവുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. നാമമാത്രവരവ്. ഏത് രാജ്യമാണെന്ന്? തുർക്കിയാണ് അല്ലേ? തുർക്കി ആയിരിക്കാനാണ്, ആയിരിക്കാം. ഞാനത് കൃത്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. തുർക്കി ആയിരിക്കാം. പക്ഷേ തുർക്കി എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ട് അല്ല. ഇന്ന് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഇവിടെ കർത്താവ് ഈ പെർഗമോസിലെ വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് പാർക്കും. ഈ കർത്താവായ യേശുക്രിസ്തു സാത്താനെ കുറിച്ച് പഠിപ്പിച്ചത് എന്താ? പിശാചിനെ കുറിച്ചുള്ള പഠനം ഒരു വലിയ പഠനമാണ്. കർത്താവ് സാത്താനെ കുറിച്ച് പഠിപ്പിച്ചത് നോക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. അവിടെ കർത്താവ് സാത്താനെ വിളിച്ചത് 12-ന്റെ 31, 14-ന്റെ 30, 16-ന്റെ 11 ഈ വാക്യങ്ങളിലെല്ലാം കർത്താവ് സാത്താനെ വിളിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭു എന്നാണ്. ദ പ്രിൻസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ പ്രഭു എന്നാണ് കർത്താവ് സാത്താനെ സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്. 2, പൗലോസ് അപ്പോസ്തലൻ സാത്താനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നോക്കുക, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 2 കൊരിന്ത്യർ 4:4. ഈ ലോകത്തിന്റെ ദൈവം എന്ന, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവമാണ് ആര്? പിശാച്. 3-ാമത് യോഹന്നാൻ അപ്പോസ്തലൻ. 1 കർത്താവ്, 2 പൗലോസ്, 3 യോഹന്നാൻ അപ്പോസ്തലൻ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് ഈ ലോകത്തിലുള്ളവൻ എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു തരാമോ എനിക്ക്? ആ വാക്യം 4:3. 1 യോഹന്നാൻ 4:3. അത്
എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. 4-ാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവർ ആകുന്നു, പിന്നെ അവരെ ജയിച്ചുമിരിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഒരു വലിയ ശക്തിയാണ് പിശാച്. ഇനി നോക്കുക, 5-ാം അധ്യായത്തിലേക്ക് വരിക. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ യോഹന്നാൻ തന്നെ പറയുന്നത് എന്താ? സർവ്വലോകവും, അതിന്റെ ഒടുവിലാണ് എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, എന്നാൽ സർവ്വലോകവും ആരുടെ? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ പെർഗമോസ് സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന ഈ കാര്യം സമ്പൂർണമായിട്ടും ദൈവവചനം പൂർണ്ണമായിട്ട് ശരിവെക്കുന്ന കാര്യമാണ്. എന്താ? ഈ ലോകത്തിന്റെ അധിപതിയാണ് പിശാച്. ഞാനിവിടെ ഒരു കാര്യം, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ, ഈ ക്ലാസ് കേൾക്കുന്നവര് പലരും യുവതിയുവാക്കന്മാരാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുണ്ട്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളവർ. അവരെയൊക്കെ കൂടെ കരുതി ഞാനൊരു സത്യം ഓർമ്മിപ്പിക്കും. പിശാച് ഈ ഭൂമിയുടെ അധിപതിയാണ്. സർവ്വലോകവും അവന്റെ അധീനതയിൽ കിടക്കുകയാണ്. ദൈവമക്കളെ ഇവൻ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എവിടെയാണ് ദൈവമക്കളെ ഇവൻ ആക്രമിക്കുന്നതെന്നറിയാമോ? ഞാൻ ഒരു ഭാഗം മാത്രം, നമുക്ക് അറിയാമോ ഇവന്റെ പോരാട്ടം ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. 6-ാം അധ്യായത്തിൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നിന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമക്കളുടെ പോരാട്ടത്തെ കുറിച്ച് പറയുന്നു. ദ സ്പിരിച്വൽ വാർഫെയർ ഓഫ് എ ക്രിസ്ത്യൻ. ഒരു വിശ്വാസിയുടെ ആത്മീയ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. തിരുവെഴുത്തിൽ പലയിടത്ത് പല വിധത്തിലുള്ള പോരാട്ടങ്ങളുണ്ട്. കേവലം പിശാചിനോട് മാത്രമല്ല നമുക്ക് പോരാട്ടമുള്ളത്, പല മേഖലയിൽ നമ്മൾക്ക് പോരാട്ടം. അതിലേറ്റവും പ്രധാനമായ ശത്രു എന്ന് പറയുന്നത് ഇതാ. നമുക്ക് 10-ാം വാക്യത്തിൽ തുടങ്ങുന്നത് കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത 12-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇതൊരു വലിയ പഠനമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ടൗൺ അസംബ്ലിയിൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു ക്ലാസ് എടുത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ വേറൊരു സൂം ക്ലാസ്സിൽ ഈ ഭാഗം തന്നെ എടുത്തു. 50-ലധികം ക്ലാസ്സസ് ഈ ഒരു ഭാഗത്തെ ആധാരമാക്കി അധികരിച്ച് തന്നെ ക്ലാസ് എടുക്കാനിടെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ഭാഗമാണ്. ഓടിച്ച് വായിച്ച് വിടുന്ന ഒരു ഭാഗമായി. നമ്മൾക്ക് വലിയ പോരാട്ടമുണ്ട്. അതാരോടല്ല, ജഡരക്തങ്ങളോട് അല്ല. പിന്നെ ഒടുവിൽ ആ 12-ാം വാക്യത്തിൽ പറയുന്നത് ഈ അന്ധകാരത്തിന്റെ ആരോടാ? ലോകാധിപതികളോട്. പിന്നെ ലോകാധിപതികളോടും പിന്നെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. എല്ലാവരും ശ്രദ്ധിക്കണേ, ഈ പിശാച് ഒരു ആത്മാവാണ്. പിശാചിന് ജഡമില്ല. പിശാചിന് ജഡം ശരീരമില്ല. എന്നാൽ പിശാചിന് ജഡം സ്വീകരിക്കും. സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കിക്കോണം. സാത്താൻ ആരുടെയെങ്കിലും രൂപത്തിലൊക്കെ വരുന്ന അത് അവൻ ആ രൂപം സ്വീകരിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? എന്നാൽ പിശാച് എന്താണ്? സാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ വായിച്ച ആ വാക്യത്തോട് ചേർത്ത് പറഞ്ഞ് എന്താ?
അതൊരു ആത്മാവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദുഷ്ട ആത്മസേന, ദുഷ്ടാത്മാവാണ്. ആത്മാവിനെന്തില്ല? ആത്മാവിനെന്തില്ല? ശരീരമില്ല. അപ്പോൾ ഇവൻ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആർക്കും കാണാൻ സാധിക്കുകയില്ല, ആത്മശക്തി ആയതുകൊണ്ട്. നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാനൊരു സൂചന നൽകി പോകുക നിവർത്തിയുള്ളൂ. ഈ പിശാച് വിശ്വാസികളെ, സഭയെ ആക്രമിക്കുന്നത് ഏതു വിധത്തിലാണ്? കേൾക്കണേ, ഞാനൊരു സൂചന പറഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് പോവുക നിവർത്തിയുള്ളൂ. നോക്കുക, 2-ാം വാക്യം. ആകാശത്തിലെ അധികാരത്തിനും, കണ്ടോ? അപ്പോൾ ഇവന്റെ അധികാരം എവിടെയാണെന്ന്? ആകാശത്തിലെ അധികാരം. ഭൂമിയിലും ഇവൻ അധികാരമുണ്ട്, പിന്നെ ആകാശത്തിലുമുണ്ട്. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെന്തെല്ലാം ക്ഷീണിച്ചോ? ഇല്ലെങ്കിൽ ഇത് തന്നെ ഞാൻ പറയുന്ന വിഷയം വിട്ടൊന്നുമല്ല. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെന്താ? സ്വർലോകങ്ങളിലെ, ഏത് ലോകമോ? സ്വർലോകം എന്ന് പറഞ്ഞാൽ സ്വർലോകം എന്ന് പറഞ്ഞാൽ സ്വർഗലോകം. അപ്പൊ ഈ ആകാശത്തിന്റെ പേരുകളിൽ ഒന്നാണേത്? സ്വർഗം എന്ന് പറയുന്നത്. ഈ സ്വർഗത്തിലെ, ഈ ആകാശത്തിലെ അധിപതി ആരാ? ആകാശത്തിലെ അധിപതി ആരാ? ദുഷ്ടാത്മസേന ആരാ? സ്തോത്രം. അവൻ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ സ്തോത്രം പറഞ്ഞതല്ല കേട്ടോ, നിങ്ങളങ്ങനെ വിചാരിക്കരുത്. ഞാൻ വേറൊരു കാര്യത്തിനാണ് സ്തോത്രം ചെയ്തത്. എന്തിനാണെന്നറിയാം? ഇവന്റെ അധികാര സ്ഥലമായത് ആകാശം, അല്ലെങ്കിൽ ഈ കാണുന്ന ആദ്യത്തെ സ്വർഗം എന്ന് പറയാൻ പറ്റുന്ന ഈ ഭാഗം. കർത്താവ് സ്വർഗത്തിലോട്ട് പോയുടനെ, പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലോട്ട് പോയുടനെ, ആ പോക്കിനെ കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? എബ്രായ ലേഖനകാരൻ പറയുന്നത് 4:14 എന്താ? ആകയാൽ ആകാശത്തിൽ കൂടെ കടന്നുപോയ, ആർക്കറിയാൻ പാടില്ലാത്ത യേശു ക്രിസ്തു സ്വർഗത്തിലോട്ട് പോകണേ ആകാശത്തിൽ കൂടെയാ പോകുന്നത്? ആർക്കറിയാൻ പാടില്ലാത്ത? പിന്നെ എന്നത്തിന് ഇത് എടുത്തു പറഞ്ഞു? എന്തിനാണെന്നറിയാമോ? നിന്നെ കൊല്ലും, നിന്നെ നശിപ്പിക്കും, നിന്നെ ഞാൻ തീർത്ത് കളയും എന്ന് പറഞ്ഞ് ആ ശത്രുവിനെ തോൽപ്പിച്ചിട്ട് നമ്മുടെ കർത്താവ് അവന്റെ മുമ്പിലൂടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുവഴിയാ പോയത്, ആകാശത്തിൽ കൂടെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് അവിടെ കൃത്യം പറഞ്ഞത് ആകാശങ്ങളിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനെന്ന് അവിടെ എടുത്തു പറയാൻ. അപ്പോൾ ഇവന്റെ ആധിപത്യം ഈ ഭൂമിയിൽ മാത്രമല്ല, എവിടെയുണ്ട്? ഈ സ്വർഗമണ്ഡലത്തിലും ഇവന്റെ ആധിപത്യം ഉണ്ട്. ഈ സാത്താൻ എന്ന് പറയുന്ന ഈ അധിപതി, നോക്കണം, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിലും പിന്നെ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന, കണ്ടോ, ആത്മാവ്. ഇതാണ് പിശാച്. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതി. ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇനിയും അടുത്ത വചനം, നമ്മൾ ഈ വാക്യങ്ങള് 1-ാം വാക്യവും പിന്നെ 5 മുതലുള്ള വാക്യങ്ങളും മിക്കവാറും നമ്മൾ ആരാധനയ്ക്ക് വായിക്കും. അതിക്രമങ്ങളാലും പാപങ്ങളാലും, പിന്നെ 5-ാം വാക്യമല്ല 4-ാം വാക്യമാണ് പിന്നെ പോകുന്നത്. അതാ കരുണാസമ്പന്നനായ. ഇതിടയ്ക്കത്തെ 2-ഉം 3-ഉം വാക്യം നമ്മൾ
തൊടുകപോലുമില്ല, നോക്കത്തോലുമില്ല. എന്നാൽ അവിടെയാ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് അവിടെ. കണ്ടോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വർലോകങ്ങളിലെ ഈ ആകാശത്തിന്റെ അധിപതി, പിന്നെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായ അവനെ നമ്മൾ എന്ത് ചെയ്തു? അനുസരിച്ചു. അപ്പൊ നമ്മൾക്ക് നല്ല അനുസരണമുള്ള മക്കളായിരുന്നു നമ്മൾ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും നമ്മൾ പറഞ്ഞേ നല്ല അനുസരണമുള്ളവരായിരുന്നു. പക്ഷെ അനുസരിക്കുന്ന ആരെയായിരുന്നു? പിശാചിനെയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ആരായിരിക്കണം? 1 പത്രോസ് 1:17 അനുസരണമുള്ള മക്കളായി ദൈവമക്കളെ കുറിച്ച് പറയുകയാണ്. നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾക്ക് അനുസരണവും ഉണ്ടായിരുന്നു, പിന്നെ അനുസരണക്കേടും ഉണ്ടായിരുന്നു. ആരെ അനുസരിക്കുന്നത്? പിശാചിനെ, സാത്താൻ. ആരോടായിരുന്നു അനുസരണക്കേട്? ദൈവത്തെ. ഇനി ഒന്ന് മറിച്ച് ചിന്തിച്ച്, രക്ഷിക്കപ്പെട്ട് എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ച് ചിരിച്ചൊന്നിരി പ്രതികരിക്കണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആരെ അനുസരിക്കുന്നത്? ദൈവത്തെ. ആരോടാ അനുസരണക്കേട്? സത്യം പറയാം. അവിടെയാണ് വിഷയം. അവിടെ 3-ാം വാക്യത്തിലേക്ക് നമ്മൾ വരാം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാ കോപത്തിന്റെ മക്കളായിരുന്നു. ഞാൻ പെട്ടെന്ന് പറയട്ടെ മക്കളെ, സമയം ലാഭിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയട്ടെ. ഇന്ന് എനിക്ക് എന്തായാലും ഈ പെർഗമോസിന്റെ കാര്യം തീർക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഈ ആശയത്തിലേക്ക് അങ്ങ് കയറുക. ഇവൻ ആക്രമിക്കുന്നത് എവിടെയാണെന്നറിയാമോ? പിശാചിന്റെ ആക്രമണം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ മനോവികാരങ്ങളെയാണ്. കണ്ടോ? 2 കാര്യം. 1 ജഡമോഹം, 2 മനോവികാരം. വളരെ ഗൗരവമായി ഞാൻ നമ്മുടെ യുവതിവാക്കന്മാർക്കൊക്കെ ടീനേജേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇതെപ്പോഴാണെന്നറിയാമോ? നമ്മൾ യോഗത്തിനിരിക്കുമ്പോൾ, ഒരു കൂട്ടായ്മയിലിരിക്കുമ്പോൾ വലുതായിട്ട്, എന്നാൽ അവിടെ ഉണ്ട്, വലുതായിട്ട് ഈ ആക്രമണം ഉണ്ടായെന്ന് വരിക. മിക്കപ്പോഴും നാം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പിശാചിന്റെ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഏതാ ദൈവകൃപയാണ്. ഞാൻ വളരെ ദൈവകൃപയെ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ഞാൻ വളരെ ചിന്തിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നൊരു വിഷയമാണ് പിശാച് ആക്രമിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. മനസ്സിൽ അവൻ കൊണ്ടുവരുന്ന ജഡീക വികാരങ്ങൾ, അതാണ് വിശ്വാസിയെ തകർക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഏറ്റവും അധികം പ്രതിരോധം അവർ സൃഷ്ടിക്കേണ്ടത് അവരുടെ മനസ്സിനെ ആക്രമിക്കുന്ന പൈശാചിക
ശക്തിയോടാണ് ഏറ്റവും അധികം എതിർത്ത് നിൽക്കേണ്ടതും എതിർത്ത് പരാജയപ്പെടുത്തുക. പെർഗമോ സഭയോട് കർത്താവ് പറയാം, നീ ഇരിക്കുന്നത് ലോകത്തിലാണ്, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ ഇരിക്കുന്നത്. സാത്താൻ പാർക്കുന്നിടത്താണ് നീ പാർക്കുന്നത്. എന്നാൽ കർത്താവിനെ കുറിച്ച് ഞാൻ അടുത്ത ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയട്ടെ. കർത്താവിനെ കുറിച്ച് അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത് നോക്കുക. നീ ഈ സാത്താന്റെ സിംഹാസനമുണ്ട്, സാത്താൻ പാർക്കുന്നിടത്താണ് നീ പാർക്കുന്നത്. എന്നാൽ നീ എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത് പറയുന്നത് എന്താ? നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. സാത്താന്റെ ഈ വലിയ ആക്രമണം ഉണ്ടായപ്പോഴും എന്ത് ചെയ്തില്ല? അവരുടെ വിശ്വാസത്തെ നിഷേധിച്ചില്ല. എന്നാൽ കഠിനമായ ചില കാര്യങ്ങളിലേക്ക് പിന്നീട് വരികയാണ്. അവിടെ ഒരാളിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ? അന്തിപ്പാസ്. ആന്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം എതിരെന്നാണ്. പാസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലോകം എന്നുള്ള വാക്ക്. ആന്റി പാസ് അഥവാ അന്തിപ്പാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ വ്യക്തമാക്കുന്നത് ഞാൻ ലോകത്തിന് എതിരാണ് എന്ന് വ്യക്തമാക്കുന്ന പേരായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തിനെതിരായി നിന്നു, സാത്താനെതിരായി നിന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? താൻ രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നു എന്നാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് ഈ സഭയെ സംബന്ധിച്ച് കർത്താവ് ഒരു നല്ല കമന്റ് പറയുകയാണ്. നീ എന്ത് ചെയ്തു? എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. എങ്കിലുള്ള വിശ്വാസം നീ കാത്തു. ഈ സഭയെക്കുറിച്ച് ശ്രദ്ധിക്കണേ. ഈ 13-ാം വാക്യത്തിൽ ഈ സഭയെക്കുറിച്ച് കർത്താവ് 2 പ്രശംസാവചനങ്ങൾ പറയും. അധികം വിശദീകരിക്കാതെ ഞാൻ പറയാം, വിശദീകരിക്കേണ്ടതാണ്. എന്നാൽ 2 പ്രശംസകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. 2, എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. ഒരു സ്ഥലം സഭയിൽ നിന്ന് പൊതുവായും പിന്നെ ഒരു വിശ്വാസിയിൽ നിന്ന് വ്യക്തിപരമായും കർത്താവ് ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളായത്. 2 ഏതൊക്കെ? ഒന്ന്, കർത്താവിന്റെ നാമം നിഷേധിക്കാതെ. 2, വിശ്വാസം കാക്കുക. ലളിതമായി, ഇനി അധികം സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ലളിതമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ അപ്പുറത്തോട്ട്. നിങ്ങൾ എത്ര പേര് യേശുവിന്റെ നാമത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? യേശു അറിയാം, ക്രിസ്തു അറിയാം, പിന്നെ കർത്താവ് അറിയാം, ഇമ്മാനുവേൽ, ഇങ്ങനെ ഒത്തിരി നാമങ്ങളാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിന്റെ സവിശേഷത, യേശുവിന്റെ നാമം, ഇവിടെ കർത്താവ് ഇരുവായ്ത്തല വാളുള്ള കർത്താവ് അരുളി ചെയ്യാണ്, നീ എൻ്റെ നാമം എന്ത് ചെയ്തു? നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. വലിയ അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ ഒരു പുസ്തകം ഏതാണെന്നറിയാം, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന ഒരു പുസ്തകം മാത്രം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി വിടാം.
നിങ്ങൾ വായിച്ചു നോക്കണം. 28 അധ്യായം യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഏത്? യേശുവിൻ്റെ നാമം എന്നുള്ളത്. ഞാൻ 2 കാര്യം അതോട് ചേർത്ത് പറയാം. ഒരു പാപിയെ രക്ഷിക്കുന്നത് യേശുവാണ്, സത്യമാണ്. പക്ഷേ അതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വചനം എന്താണെന്നറിയാം? അവനെ കൈക്കൊണ്ട് അപ്പോ ഇതിൻ്റെ മഹത്വം വല്ലതും ഉണ്ടോ? യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടുമെന്നങ്ങ് പറഞ്ഞാൽ പോരാ. എന്തിനാ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു? പ്രിയപ്പെട്ടവരെ, ഒരു പാപിയെ രക്ഷിക്കുന്നത് യേശുവാണ്, സത്യമാണ്. പക്ഷേ ആ നാമത്തിലുള്ള വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമാണ്. ആ നാമത്തിന് മഹത്വമുണ്ട്. ഇനി ഞാൻ പറയാൻ വന്ന 2ാമത്തെ കാര്യം, ഒന്ന് രക്ഷയ്ക്കുള്ള കാര്യം. 2ാമത്തെ കാര്യം, ഈ നാമം ഒരു അവിശ്വാസി എടുത്ത് പ്രയോഗിച്ചാലും അത്രമേ ചിന്തിച്ചിട്ടുണ്ടോ? സ്കേവയുടെ മഹാപുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാർ ഏത് നാമത്തിലാ ഭൂതങ്ങളെ പുറത്താക്കി? യേശുവിൻ്റെ നാമം. ഇവന്മാർ രക്ഷിക്കപ്പെട്ടവരായിരുന്നോ? ഇവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നോ? രക്ഷിക്കപ്പെടാത്തവൻ ഈ നാമം ഉച്ചരിച്ചാലും അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടും. ഈ നാമത്തിന്റെ മഹത്വം. ഗുണപ്പെടാത്ത ഒരുത്തൻ പ്രസംഗിച്ച ഒരാൾ രക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത ഒരാൾ പ്രസംഗിച്ച ഒരാൾ രക്ഷിക്കപ്പെട്ടാലും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇയാളുടെ ജീവിത വിശുദ്ധിയോ ഇയാളുടെ രക്ഷയോ അല്ല ആ പാപിയെ രക്ഷിക്കുന്നതിന്. എന്താ? യേശുക്രിസ്തുവിന്റെ നാമമാണ് രക്ഷിക്കുന്നത്. ചുമ്മാ ഇരിക്കുന്നവണ്ണെ, ചുമ്മാ ഇരിക്കുമ്പോഴല്ല, കാര്യമായിട്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചിന്തിക്കണം. നമ്മുടെ കർത്താവിൻ്റെ നാമം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ നാമത്തിൽ നീ ചോദിച്ചാൽ ഉത്തരമുണ്ട്. എന്ന് പുച്ഛിച്ച് പുറന്തള്ളുക പലരും. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ പലരും പുച്ഛിച്ച് പുറന്തള്ളുക. എന്നാ വരാൻ പോവുക ഒരു ദിവസം, യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എന്നിട്ടെല്ലാവരും ഒരൊറ്റമായി വിളിച്ചു പറയും, ആ നാമം വിളിച്ചു പറയും, യേശുക്രിസ്തു കർത്താവെന്ന് പറയും. എന്നിട്ട് സ്വർഗത്തിലോട്ട് പോകുമോ നരകത്തിലോട്ട് പോകും? ഇങ്ങോട്ട് പോകും, നരകത്തിൽ. ദൈവത്തിന് സ്തോത്രം. സഭയോട് പറയാം, നീ എൻ്റെ നാമം പുറകെ. രണ്ടാമത് അവരെ കുറിച്ച് പറയുന്നത് എന്താ? വിശ്വാസം നീ എന്ത് ചെയ്തില്ല? നിഷേധിച്ചു. ഈ വിശ്വാസം ഏതാ? കർത്താവായ യേശുവേ എന്നെ രക്ഷിക്കണമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ വിശ്വാസം കൊണ്ട് ഏറ്റവും ഒടുവിൽ അങ്ങ് ചത്ത സ്വർഗത്തിൽ പോകാനാണ് പലരും ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം അതല്ല. ഈ വിശ്വാസം കാത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ?
ക്രൂശിനെ നോക്കി യേശു കർത്താവിനെ രക്ഷയ്ക്കായി വിശ്വസിച്ച വിശ്വാസം അല്ലിത്. പിന്നെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടിയുള്ള, ഞാൻ ഒരു വാക്യം പറയാം. നിങ്ങളുടെ വീട്ടിൽ പോയി ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ച് കിടക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. യൂദായുടെ ലേഖനം 3-ാം വാക്യം. യൂദ 3-ാം വാക്യം എന്താ അധ്യായം പറയാൻ അല്ലേ? യൂദായുടെ ലേഖനം 3-ാം വാക്യം എന്താ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച, മോനെ ഒന്ന് വായിച്ചാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഒരു യുദ്ധമുണ്ട്. വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ മരണം വരെ ഒരു യുദ്ധം ചെയ്യണം. എന്തിനു വേണ്ടി? വിശ്വാസത്തിന് വേണ്ടി. പൗലോസ്ലീഹ ഒടുവിൽ പറഞ്ഞതും അത് തന്നെയാണ്. നല്ല ഒരു അടുത്ത വാചകം എന്താ? വിശ്വാസം. ഓട്ടം. ഞാനിപ്പോ അതാണ് അവിടെ അങ്ങ് നിർത്തട്ടെ. ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. നമ്മള് ഞായറാഴ്ചയും ഒക്കെ വന്ന് ആരാധനയും പാട്ടും പ്രാർത്ഥനയുമായിട്ട് മാത്രം കഴിഞ്ഞാൽ പോരാ കേട്ടോ. ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം ദൈവമക്കൾ നിർവഹിക്കാൻ ആവശ്യം. ഇനി നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് പോകാം. നല്ല കാര്യം കർത്താവിനെ കുറിച്ച് പറഞ്ഞു. നീ പാർക്കുന്ന സ്ഥലത്ത് നീ എൻ്റെ നാമം, വളരെ പ്രതികൂലമുണ്ട് എങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. നിന്റെ വിശ്വാസം നീ എന്ത് ചെയ്തില്ല? നിഷേധിച്ചില്ല. അന്തിപ്പാസിനെ രക്തസാക്ഷിയായിട്ട് കൊന്നിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്യില്ല? വിശ്വാസം വിട്ട് പോയില്ല. ഇത് അപ്രീഷിയേറ്റ് ചെയ്ത് കർത്താവ് പറഞ്ഞിട്ട് 14 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു, എൻ്റെ ദൈവമേ, ഞാനിത് വായിച്ചുകൊണ്ട് എനിക്കൊരു അത്ഭുതം തോന്നി. ഇതൊരു കുറഞ്ഞ കുറ്റമാണ്. ഞാൻ പറയട്ടെ, ഇത്രയും ഗുരുതരമായ പാപം കർത്താവ് ഈ സഭയോട് ബന്ധപ്പെട്ട് കുറഞ്ഞത് എന്ന് പറഞ്ഞത് അതിൻ്റെ ഗൗരവം കുറച്ച് പറഞ്ഞതല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അതിന്റെ ഗൗരവം കുറച്ചതല്ല. മറ്റ് സഭകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെ കുറിച്ച് പറയാനുള്ള വലിയ ദുരാരോപണം നിങ്ങളെക്കുറിച്ച് പറയാൻ ഇല്ല. നിങ്ങളെക്കുറിച്ച് ഒരു കുറഞ്ഞ കുറ്റം പറയാനുണ്ട്. എന്താണ് ആ കുറ്റം എന്ന് നോക്കിയേ. എന്താ? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ രണ്ട് കുറ്റം ഇവരെ കുറിച്ച് പറയാനുണ്ട്. ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഒന്ന്, ബാലാക്കിന് വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പാചരിക്കുവാനും ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്ക് അവിടെ ഉണ്ട്. രണ്ട്, നിക്കലവിയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവിടെ ഉണ്ട്. ഞാൻ വേഗം പറയട്ടെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ആദ്യം കാണുന്ന ഏതാ? ബിലയാമിന്റെ കാലത്ത് നടന്ന കാര്യം ആദ്യം പറയുന്നത് സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ.
22 മുതൽ 25 വരെയുള്ള അധ്യായം ഗൃഹപാഠമാണ്, ഹോംവർക്ക്. ഈ ഭാഗത്താണ് ഈ ബിലയാമും ബാലാക്കും ഇസ്രായേൽ മക്കളും സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മോവാബ്യർ 4 വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ വേഗം പറയാം. ഇവരെ ശപിക്കാനാണ് ബാലാക്ക് ബിലയാമിനെ വിളിച്ചുകൊണ്ട് വന്നത്. നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനെല്ലാം അറിയാമെന്ന് വിചാരിച്ചങ്ങ് പറഞ്ഞു പോവാണ്. വീട്ടിൽ ചെന്ന് വായിക്കണം. ശപിക്കാൻ വേണ്ടിയാ വിളിച്ചോണ്ട് വന്നത്. അവൻ വന്ന് ആദ്യം പറഞ്ഞു, ദൈവം ശപിക്കാത്തവന് ഞാൻ സ്തോത്രം. ഇവരെ കണ്ടിട്ട് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, ഇവര് വേർപാടുകാരാ. ആരാ ഇവര്? വേർപാടുകാരാ. ആരാ? ഈ ജനം ഇങ്ങനെ കിടക്കും, താഴ്വരയിൽ ഇങ്ങനെ കൂടാതെ ഒഴിച്ച് കിടക്കുന്ന കണ്ടോണ്ടോ, ഇതാ തനിച്ചു വാർക്കുന്ന ഒരു ജനം, ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നില്ല, വേർപാടുകാരാ. അപ്പൊ നീ എന്നാ വിചാരിച്ചാലും ഇവരെ എന്ത് ചെയ്യാൻ പറ്റിയല്ല, ശപിക്കാൻ പറ്റില്ല. ഒടുവിൽ ഇദ്ദേഹം ഒരു നല്ല ഉപദേശം പറഞ്ഞു, ഇവരെ നശിപ്പിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മോവാബ്യരുടെ ഉത്സവത്തിന് ഇവരെ വിളിക്കണം, പുരുഷന്മാരെയൊക്കെ വിളിക്കണം, അവരെ കൊണ്ടുവന്ന് നല്ല ശാപ്പാട് കൊടുക്കണം. ഏത് ശാപ്പാടാ? വിഗ്രഹത്തിനർപ്പിച്ച ശാപ്പാട് കൊടുക്കണം. അപ്പം ഒന്നാമത്തെ പാപം ഏതാ? വിഗ്രഹാർപ്പിതം തിന്നാൻ. രണ്ടാമത് ഇവരെ കൊണ്ടുവന്ന് ഈ ശാപ്പാട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? മോവാബ്യ സ്ത്രീകളെ ഇവരുടെ ഇടയിലേക്ക് രണ്ടും കൂടെ ചേർന്ന് എന്തോ സംഭവിച്ചോളൂ? തീർന്നോ? നല്ല ഉപദേശം അല്ലേ? ഇദ്ദേഹത്തെ യഹോവയുടെ പ്രവാചകനായിട്ട് ആരും കാണരുത്. ഇദ്ദേഹത്തിന് വിഷയം ഏതായിരുന്നു? ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന പലരും കൂടുതൽ കിട്ടുന്നത് വരുമ്പോ കുറഞ്ഞത് തകർന്ന ഉപദേശമാരും ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. ഈ കിട്ടലും തരലും വെച്ചത് കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവദാസന്മാരെ ശ്രമിക്കരുത്. പോട്ടെ, ഞാൻ ഇടയ്ക്കതൊന്ന് പറഞ്ഞെന്നുള്ള ഇത് ഗൗരവമായിട്ട് ആരും എടുക്കണ്ട, കാര്യമായിട്ട് എടുക്കണ്ട, വിട്ടേ. ഇത് ഏറ്റവും വലിയ പാപമാണ്. 2 പാപം. ദൈവജനം ലോകത്തോട് ഇടകലർന്നു, അവിശ്വാസികളുമായി ഇണയില്ലാപ്പണ. ഒറ്റ ദിവസം വീണത് 23,000 പേര്. ആകെ 24,000 പേര് മരിച്ചു ആ ബാധ നിമിത്തം. എന്നാൽ ഒരു ദിവസം മരിച്ചത് 23,000. ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിലെന്താ തെറ്റ്? അതിലെന്താ? മഹാപാപമാണ്. കർത്താവ് അതിനോട് ലാഘവമായിട്ട് ഏർപ്പെട്ടില്ല. 2 നിക്കോലാവിയ മതം എന്നുള്ളത് നമുക്കറിയാമെന്ന് വിചാരിക്കല്ലേ? എന്താ? പിന്നെ പട്ടത്തെ സഭകളുണ്ട്, ബിഷപ്പും പിന്നെ അങ്ങ് പോപ്പും, അതിന് താഴെ ഉള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് ഏറ്റോടി ഷമാശൻ, പിന്നെ കപ്പിയാരല്ലേ, ഇങ്ങനെയുണ്ട്. ഇനി പെന്തക്കോസ്തുകാരുടെ ഇടയിലും ഉണ്ട്. പിണങ്ങല്ലേ? പെന്തക്കോസ്ത് എന്നുള്ള പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പിണങ്ങല്ലേ? എന്താ? ലോക്കലുണ്ട്, സെക്ഷനുണ്ട്, സെൻറ്ററുണ്ട്. ഇതാ ഈ പറയുന്നത്. പിന്നെ അങ്ങ് ഇന്റർനാഷണൽ
ഇതൊന്നും ഇല്ലാത്തത് ആർക്കാ? നമുക്കാ. നമുക്കിതൊന്നും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ഭരണക്രമമുണ്ട് കേട്ടോ, അത് വിട്ടുകിടയാണ്. ഇപ്പൊ സമയമില്ലല്ലോ അതൊക്കെ പറയാനായിട്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഇത് രണ്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയായിട്ട് കർത്താവ് പറയും. എന്നിട്ട് കർത്താവ് പറയുന്ന 16-ാം വാക്യം, മാനസാന്തരപ്പെടുന്ന പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ അനുസരിക്കാൻ മനസ്സുള്ളവർ ഇത് കേൾക്കട്ടെ, അനുസരിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മനസ്സുണ്ടോ അനുസരിക്കാൻ? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. രണ്ട് പ്രതിഫലം. ഏറ്റവും ഒടുവിൽ കർത്താവ് അവർക്കുള്ള ഉപദേശം കൊടുത്തിട്ട് ഒടുവിൽ അവർക്കുള്ള പ്രതിഫലം പറയുന്നു. എന്താ? മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, പിന്നെ വെള്ളക്കല്ലും. ഞാനിത് ശരിക്കും എനിക്കിത് വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. ഞാനത് എൻ്റെ കുറവ് സമ്മതിച്ചുകൊണ്ട് പറയാം. എനിക്കിത് പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. എന്തായാലും ഒരു പ്രതിഫലം ഉണ്ട്. അതിൽ പ്രതിഫലത്തിൽ ആദ്യത്തേത് ഏതാ? മറഞ്ഞിരിക്കുന്ന. തിന്നാൻ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും? പണ്ട് പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിലെ ഈ മന്നയെ കുറിച്ച് ആദ്യം തേൻ കൂട്ടിയ ദോശ പോലെ എന്നൊക്കെ, അതൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വാഴ പറഞ്ഞു. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയത്തില്ല. തിന്നാൻ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജയിക്കണം. ജയിക്കുന്നവർക്ക് ആ മന്ന. ഇത് മറഞ്ഞിരിക്കുന്ന മന്ന എന്നാ പറഞ്ഞത്. ഇസ്രായേൽ ജനം ഈ മന്ന തിന്നു. അഹ്റോൻ അതിൽ ഒരു ഇടങ്ങടി എടുത്ത് എന്ത് ചെയ്തു? പെട്ടകത്തിനകത്ത്, നിയമപ്പെട്ടകത്തിനകത്ത് വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു? മറഞ്ഞു. ഇപ്പൊ ആ പെട്ടകം എവിടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷെങ്കിൽ മറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കിത് മറഞ്ഞിരിക്കുക. അന്ന് നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ സ്തോത്രം, ജയിക്കുന്നവർക്ക് ഈ മന്ന കർത്താവ്. ഇനി ഒരു വെള്ളക്കല്ല്, വെള്ളക്കല്ല് രത്നമാട്ടോ. വെള്ളക്കല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടി കിടക്കുന്ന കല്ലിന്റെ കാര്യമല്ല, രത്നമാണ്. ആ രത്നത്തിനകത്ത് എന്താ? തുറന്നു നോക്കുന്നവന് മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു പുതിയ പേര്. ഞാൻ കർത്താവിനോട് പരാതി പറഞ്ഞു, ഇങ്ങനൊരു പേര് എനിക്ക് തന്നോണ്ട് എന്നാ പുണ്യം, എല്ലാവരും ഒന്ന് അറിയണ്ടേ എനിക്കെന്റെ കർത്താവ് തന്ന പേരെന്താണെന്ന്. എന്തോ കർത്താവ് അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കതിനങ്ങാമേ പറയാം. എഴുതിയവനും വായിക്കുന്നവനും മാത്രം അറിയാവുന്ന ഒരു പേര്. ഈ കല്ലിനെ കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരാളിൻ്റെ കുറ്റാരോപിതനായ ഒരാള് പിടിക്കപ്പെട്ടിട്ട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ആ ആളിന് ആ ജഡ്ജി സമ്മാനിക്കുന്നതാണ് ഈ കല്ലെന്നാണ് ഒരു പണ്ഡിതൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാവട്ടെ. ഈ ലോകത്തിന്റെ മുമ്പിൽ അനേകർ കുറ്റങ്ങൾ ആരോപിച്ച് നമ്മളെ പഴിച്ചപ്പോൾ നമ്മൾ പൊഴിച്ച കണ്ണുനീര് നമ്മളും നമ്മുടെ കർത്താവും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അലന്ന് ഈ വെള്ളക്കെന്ന് തന്നിട്ട് പറയും, നീ നിരപരാധിയായിരുന്നു. നിരപരാധിത്വം തെളിയിക്കപ്പെടുവാൻ നൽകപ്പെടുന്നതാണ് ഈ കല്ലെന്നാണ്. രണ്ടാമത്, യുദ്ധം ജയിച്ചു വരുന്ന ഒരു പടയാളിക്ക് ഒരു രാജ്യം ആദരവായി കൊടുക്കുന്നതാണ് ഈ വെള്ളക്കല്ല്. സ്തോത്രം. പോരാടി ജയിച്ച് കർത്തൃസന്നിധിയിൽ ചെല്ലുന്ന
ദൈവമക്കൾക്ക് കർത്താവ് വച്ചിരിക്കുന്നതാണ് ഈ കല്ല്. കർത്താവിന് സ്തോത്രം. ഈ അനുഗ്രഹീതമായ ഇന്നത്തെ പഠനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഈ ലോകത്തിൽ സാത്താൻ്റെ സിംഹാസനമുള്ളിടത്ത് സാത്താനോട് ലോകത്തോട് മല്ലടിച്ച് ജയിച്ച് ജയാളികളായി കർത്തൃസന്നിധിയിൽ നിൽക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പതിവിലേറെ ഇന്ന് ഞാൻ സമയം കൂടുതലെടുത്ത് ക്ഷമിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.